ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും Appitco മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മധു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ സി പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ IDE എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഗൂഗിളിലോട്ട് പോകേണ്ടതുണ്ട്. ഗൂഗിളിലോട്ട് പോയ ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. വരും, നമുക്ക് ഗൂഗിളിലോട്ട് പോകാം. ഞാനിത് ഗൂഗിളിൽ കോഡ് ബ്ലോക്ക് എന്നുള്ള ഒരു IDE നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ അതിനുവേണ്ടി കോഡ് ബ്ലോക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോഡ് ബ്ലോക്ക് ഡൗൺലോഡ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന ആദ്യത്തെ ഡൗൺലോഡ് കോഡ് ബ്ലോക്സ് എന്നുള്ള ഈ കാണുന്നത് സെലക്ട് ചെയ്യാം. ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അവരുടെ ഹോം പേജിലോട്ട് വന്നിട്ട് ഈ കാണുന്ന ഡൗൺലോഡ്സ് എന്നുള്ളത് കാണുന്നുണ്ട്. നമുക്കിവിടെ ഡൗൺലോഡ് ദ ബൈനറി റിലീസ് എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. ഇത് ഇപ്പോൾ നമുക്ക് ഓരോ OSന് വേണ്ട രീതിക്കുള്ള ഇത് അവരവർക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ വിൻഡോസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ കാണുന്ന രീതിക്കുള്ള സെറ്റപ്പ് ഫയലുകളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിതിൽ ഏതാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ നോക്കുമ്പോൾ ഈ തരത്തിലാണ് ഓരോന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ വിൻഡോസ് 64 ബിറ്റ് നമുക്കിതിലുള്ള ബൈനറി ഫയലായിട്ടുള്ളത് ഒന്ന് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. വിൻഡോസിന് ഈ കാണുന്ന ഈ ഫയൽസിൽ നമുക്ക് വേണ്ടത് ഈ MinGW സെറ്റപ്പ് EXE എന്നുള്ള ഈ കാണുന്നെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവർ വീണ്ടും ഒന്ന് റീഡയറക്റ്റ് ചെയ്ത് വിടുന്നത് പോലെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത ശേഷം അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ കാണുന്ന 20.03 MinGW സെറ്റപ്പ് EX ഫയൽ, അപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് MinGW ഉള്ളത് പറയുമ്പോൾ നമ്മുടെ കമ്പൈലർ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളതായതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്. ഈ കമ്പൈലർ എന്താണ് എന്നുള്ളത് നമുക്ക് ട്യൂട്ടോറിയലിൻ്റെ ഭാഗമായിട്ട് അത് പഠിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആയതുകൊണ്ട് ഞാനിത് ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾക്കിത് വന്നു കഴിഞ്ഞാൽ നിങ്ങളിതുപോലെ ഡൗൺലോഡ് ചെയ്യാം. ഞാനത് പൗസ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇത് വന്ന ശേഷം നിങ്ങൾക്കും ഇതുപോലെ ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ, എനിക്ക് ഡൗൺലോഡ് ആയിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്കത് ഡയറക്റ്റായിട്ട് ഇതുപോലെ വന്ന് കിടക്കുന്നത് ഏതാണോ, ഏത് ഡൗൺലോഡിലാണെങ്കിൽ ഡൗൺലോഡ്, അത് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ആയിരിക്കും ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇത് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം I agree എന്നുള്ളത് അത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾക്കിതിൽ ഏത് ഡ്രൈവിലാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. എനിക്ക് എൻ്റേതായിട്ടുള്ള വേറെ, നിങ്ങൾ സാധാരണ സിയിൽ നിങ്ങൾക്ക് സ്പേസ് ഉള്ളതാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, ഡയറക്റ്റ് സിയിൽ തന്നെ വിട്ടോളൂ, ബുദ്ധിമുട്ടില്ല. ഇനി അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് വേറെ ഒരു ഡയറക്ടറിയിലാണ് അല്ലെങ്കിൽ വേറെ ഡിസ്കിലാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാനത് സെലക്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഞാനിവിടെ കോഡ് ബ്ലോക്ക് എന്നുള്ള ഈ ഫയൽ ഒന്ന് സെലക്ട് ചെയ്ത് ഫോൾഡർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും അതുപോലെ തന്നെ ഒരു മേക്ക് എ ഫോൾഡർ, ന്യൂ ഫോൾഡർ എന്ന് കാണും. ഇത് സെലക്ട് ചെയ്ത ശേഷം അതിന് പേര് കൊടുത്ത ശേഷം അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം OK ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ ബട്ടൺ, ഇതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇതൊരു ചെറിയൊരു സമയത്തിൻ്റെ
ദൈർഘ്യം ഉണ്ടാവുകയുള്ളൂ. അത് ഇൻസ്റ്റാൾ ആയ ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കിടക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമേ ഈ കോഡ് ബ്ലോക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലുള്ളൂ. ഇനി നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ, മറ്റുള്ള അതിനെക്കുറിച്ചിട്ടുള്ള വിശദീകരണം നമ്മുടെ ട്യൂട്ടോറിയലിൽ കൂടുതലും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നുള്ളത്. അല്ലാതെ കൂടുതൽ തിയറിക്കലായിട്ട് പറഞ്ഞ് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കൂടുതൽ കൺഫ്യൂഷനിലേക്കും അതുപോലെ കുറച്ച് ബോറടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആയതുകൊണ്ട് നമുക്ക് കൂടുതലും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആയതുകൊണ്ട് ഇനി ഇത് ഇൻസ്റ്റാൾ ആയി അതിന് ശേഷം നമുക്ക് നിങ്ങളും ഇതുപോലെ ഇൻസ്റ്റാൾ ആക്കിയ ശേഷം നമ്മളുടെ മറ്റുള്ള ഇതിലേക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഡു യു വാണ്ട് ടു റൺ കോഡ് ബ്ലോക്ക്? ഈ കൈയോടെ തന്നെ അത് റൺ ആയിക്കോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് യെസ് എന്ന് തന്നെ കൊടുത്തോളാം. യെസ് എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്. ഫിനിഷ്. ഓക്കെ. ഇനി നമുക്കുള്ള ആ ഡാറ്റ ID ഒരു അല്പസമയത്തിനുള്ളിൽ ഓപ്പൺ ആവുന്നതാണ്. നമ്മുടെ ID ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇനി പ്രധാനമായിട്ട് ചെയ്യാനായിട്ടുള്ളത് നമുക്ക് ആദ്യം ID എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം കമ്പൈലർ, അതുപോലെ തന്നെ ഈ കമ്പൈലർ എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം അത് എങ്ങനെ എക്സിക്യൂഷൻ നടക്കുന്നുണ്ട് എന്നുള്ള ചെറിയ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക കോഡിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു 2-3 വിഷയങ്ങൾ മാത്രം നമുക്കത് ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ലാതെ അത് ഒരു തിയറി പാർട്ട് മാത്രമായിട്ട് നമുക്ക് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ ബോറായിരിക്കും. രണ്ടാമത്തത് അത് കൺഫ്യൂഷനിലേക്ക് കൂടുതൽ എത്തിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ID ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ കുറച്ച് തിയറിക്കലായിട്ടുള്ള ഡീറ്റെയിലുകൾ മാത്രം വിശദീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലായി ചെയ്യുന്നതോടൊപ്പം തിയറിക്കലായിട്ട് പറയുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലാത്തിടത്തോളം നമ്മളൊരു കൂടുതലും തിയറിക്കലായിട്ട് സംസാരിക്കുന്ന സമയത്ത് അത് കൺഫ്യൂഷൻ ആവാൻ സാധ്യത കൂടുതലാണ്. ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു വഴി ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ID ഓപ്പൺ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. നമ്മുടെ ID ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന രീതിക്കായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇനി ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഈ കാണുന്ന ഐക്കൺ പ്രസ് ചെയ്യാം. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു വിൻഡോ കാണാം. ഇതിൽ കൺസോൾ ആപ്ലിക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം ഗോ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ ഗോ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അടുത്ത വിൻഡോ വന്നു. നമുക്കിതിൽ C ആണോ C++ ആണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് C സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഒരു പേര് കൊടുക്കാം. ഞാനപ്പോൾ മൈ ഫസ്റ്റ് പ്രോഗ്രാം അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. മൈ ഫസ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഏത് ഡ്രൈവിലാണോ നമുക്ക് ആ ഫോൾഡറിൽ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിനുശേഷം നമുക്കത് പോവാം. അപ്പോൾ ഞാൻ ഈ സെലക്ട് ചെയ്തിട്ടുള്ള ഇതേ ഫോൾഡറിലാണ്. ഇനി അതിനുശേഷം ഞാൻ അടുത്തത് ഈ ഫോൾഡർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഇനി ചെയ്യുന്നത് കോഡ് ബ്ലോക്ക് എന്നുള്ള ഒരു ഫോൾഡറാണ് അതിലുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് ചെയ്യുന്നത് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. ഇതും അതുപോലെ തന്നെ ഏത് കമ്പൈലർ എന്നാണ്, അപ്പോൾ അത് GCC കമ്പൈലറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്തു. ഓക്കെ. ഇപ്പോൾ കുഡിൻ സേവ് കുഡ് നോട്ട് ഫസ്റ്റ്, ഇത് മേ ബി ഫസ്റ്റ് റൈറ്റ് പ്രൊട്ടക്റ്റഡ്. ഓക്കെ. നമുക്കത് സേവ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് സേവ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇത് എന്താണ് നോക്കാം, നമുക്ക് റൺ ചെയ്യണ്ടോ എന്ന് നോക്കാം. ഞാനെന്താ main.c എന്നുള്ള ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ തരത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം.
എന്താണ് ബിൽഡ് എന്നുള്ളതെല്ലാം നമുക്ക് പിന്നീട് പറയുന്നതാണ്. ബിൽഡ്, അതുപോലെ റണ്ണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ കാണുന്ന ഹലോ വേൾഡ് എന്നുള്ളത് ഇതാണ് നമ്മളുടെ എക്സിക്യൂഷൻ നടന്ന ശേഷം ഉള്ള ഒരു റിസൾട്ട് ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് കാണിക്കുന്നത്. ഇതിന് ശേഷമുള്ളതെല്ലാം ഇത് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഈ കോഡ് ബ്ലോക്കിൻ്റെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. ഇത്ര എക്സിക്യൂഷൻ ടൈം ഇത്ര എടുത്തു എന്നുള്ളത്. അതുപോലെ ഇനി അടുത്തത് പ്രസ് എനി കീ ടു കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കീ പ്രസ് ചെയ്തെങ്കിൽ നമുക്കത് ആ വിൻഡോ റിമൂവ് ആവുന്നതാണ്. അതിനുവേണ്ടി ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ #include stdio.h അതിനുശേഷം അതുപോലെ തന്നെ include stdlib.h. അപ്പോൾ അതിനുശേഷം ഈ കാണുന്ന ഇൻഡ് മെയിൻ, ഈ പ്രിൻ്റ് ഓഫ് ഹെലോ വേൾഡ്, റിട്ടേൺ 0, ഈ കാണുന്ന ഇതെല്ലാം എന്താണെന്നൊന്ന് ജസ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അതുപോലെ തന്നെ എന്താണ് കമ്പൈലർ അല്ലെങ്കിൽ എന്താണ് ID, അതിനെക്കുറിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താ പറഞ്ഞാൽ, ഒരു കോഡിംഗ് പഠിക്കുക അല്ലെങ്കിൽ ഒരു C പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ ബേസിക്കായിട്ട് ചില തിയറിക്കലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതോടൊപ്പം തന്നെ, ഇല്ലെങ്കിൽ നമ്മൾ കോഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അല്ലാതെ നമ്മൾ തിയറിക്കലായിട്ട് ഒരു സെപ്പറേറ്റ് ക്ലാസ് വയ്ക്കുന്ന സമയത്ത് അത് കൂടുതൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതോടൊപ്പം നമ്മൾ തിയറിക്ക് എന്താ പറയുക കുറച്ചായിട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിക്കുള്ള തിയറികൾ ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ നമ്മളുടെ ബാക്കി ഈ C ട്യൂട്ടോറിയലിൻ്റെ അടുത്ത ക്ലാസ് ആരംഭിക്കാം. ഇപ്പോൾ നമുക്ക് നമ്മളൊരു ID ഇൻസ്റ്റാൾ ചെയ്തു, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു. ഈ ഇൻസ്റ്റാൾ ചെയ്തത് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നോക്കാൻ ഇപ്പോൾ പ്രിൻ്റ് ഓഫ് ഹെലോ വേൾഡ് എന്നുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ എന്താണ് പ്രിൻ്റ് ഓഫ് ഹെലോ വേൾഡ്, ഇല്ലെങ്കിൽ ഈ കാണുന്നത് ഇതൊരു ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ള ഒരു ഫങ്ഷൻ ആണ് പ്രിൻ്റ് ഓഫ്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നമ്മൾക്ക് അടുത്ത ക്ലാസ്സിലൂടെ ബാക്കി വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ നിങ്ങളൊരു നമ്മുടെ കോഡ് ബ്ലോക്ക് എന്നുള്ള ഈ IDE ഡൗൺലോഡ് ചെയ്ത് ഇതേപോലെ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അതെന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എറർ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ടുള്ള കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നമ്മുടെ ചാനൽ. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഈ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കോഡിംഗ് ഇങ്ങനെയുള്ള സമാന ചിന്താഗതിയുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.